ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഈ ജനാല ഞാൻ അടച്ചിട്ട് തന്നെയാണല്ലോ. പിന്നെ ഇതാരാ തുറന്നേ? കള്ളൻ കാറ്റായിട്ടും വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പൂവ് കൊണ്ടുവരുന്നത് ഇതാദ്യമായിട്ടാ. കള്ള്. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഇന്നിങ്ങനെ മതില് ചാടി ഒരു സന്ദർശനം ഉണ്ടാവുമെന്ന് നീ ഫോൺ വിളിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു. അനുവേട്ടാ, കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആ, ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നു. ഇനി ഇങ്ങനെ മതിൽ ചാടണ്ട, ഗേറ്റ് വഴി വന്നാൽ മതി. എങ്ങനെ വരും? അവളെ മോളെ കാണാൻ ഇങ്ങോട്ട് വരരുതെന്നല്ലേ അവൾ പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം ഞാൻ വന്ന കാര്യം അവൾ അറിയണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. അവളുടെ അടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഈ വീടിന്റെ പൂമുഖത്ത് വന്ന് നിന്നിട്ട് എനിക്കെന്റെ ഭാര്യയും മോളെയും കാണണമെന്ന് നീ പറഞ്ഞ അവൾക്ക് ഇറങ്ങി വരാതിരിക്കാൻ പറ്റുമോ? ഛേ, ഇത് ചുമ്മാ മതിലി അടി പിള്ളേരെ പോലെ ആരെങ്കിലും കണ്ടാ നാണക്കേടാവില്ലേ? അനുവേട്ടാ, അവളെ കാണാതെ ഞാൻ എത്ര വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാനില്ലാതെ അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ പരസ്പരം പിരിയാൻ പറ്റുമോ അനുവേട്ടാ? പക്ഷേ അവളൊരു വാക്ക് പറഞ്ഞ അത് കേൾക്കാതിരിക്കാനും പറ്റില്ല. ഒരു ദിവസം പോലും നിങ്ങളിങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. നിങ്ങൾ എപ്പോഴും ഒന്നിച്ച് തന്നെ ഉണ്ടാവണം. ആ, എല്ലാം ശരിയാവുന്നേ, സച്ചി വിഷമിക്കണ്ട. അവളുടെ പ്രസവം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ടെന്ന് ആലോചിക്കാം. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിലാണല്ലോ അവർക്കൊക്കെ പ്രശ്നം. ഞങ്ങൾ ആ കുഞ്ഞിനെ ഈ വൃന്ദാവനം വീടിന്റെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അനുവേട്ടാ, ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട കുഞ്ഞാ, അതിനൊരു കുഴപ്പം വരാൻ പാടില്ല. ഇവിടെ അവൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അതല്ല അനുവേട്ടാ, ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതുകൊണ്ടാ ഞാനിപ്പോ ഓടിപ്പിടിച്ച് വന്നത്.
ത്യാഗം സഹിച്ചിട്ട് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതവർക്ക് താങ്ങാൻ പറ്റില്ല. ഏയ് ഛേ, അങ്ങനൊന്നും സംഭവിക്കില്ല. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. ഇനി സത്യമായാൽ തന്നെ അത് നമ്മുടെ ജീവിതത്തിലാവില്ല. ആ, നേരെ ഒരുപാട് വൈകി. സച്ചി പോയിക്കോ. ശരി അനുപേട്ട. ബാഗ്. അല്ല, നീ ഇതെങ്ങോട്ട് പോന്നു? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? എന്നോ ഓഫീസിൽ പോകുന്നല്ലേ? എന്നത്തേം പോലെ അല്ലല്ലോ ഇന്ന്. ഇന്നെന്താ പ്രത്യേകത? എടി, അർച്ചനയ്ക്കിന്ന് സ്കാനിങ്ങിന് പോകേണ്ട ദിവസമാണെന്ന് നിനക്കറിയില്ലേ? എടാ, നീ ഇന്ന് ലീവ് എടുത്തേ അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണേ. ചെല്ലേ. അതെന്തിനാ അനുപേട്ട ലീവ് എടുക്കുന്നേ? അമ്മയ്ക്ക് അർച്ചനയും കൊണ്ട് പൊയ്ക്കൂടെ? ഞാൻ കൂടെ പോകാം, പക്ഷെ അതല്ലല്ലോ പ്രശ്നം. അവിടെ ആണുങ്ങളാരെങ്കിലും വേണ്ടേ കൂടെ? ഏട്ടന് ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം കാണും. നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാമേ. ആ, ഹോസ്പിറ്റലിൽ പോവാൻ അർച്ചനയുടെ കൂടെ വരാൻ എനിക്ക് മടിയൊന്നുമില്ല. ലീവ് എടുക്കാനും കുഴപ്പമില്ല. പിന്നെ പക്ഷേ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യം നോക്കേണ്ടത് കുഞ്ഞിന്റെ അച്ഛനാ. സ്കാനിങ്ങിന് അതിന്റെ അച്ഛൻ വന്ന് കൊണ്ടുപോയിക്കോളൂ. അതിന് സച്ചി വരുവോ? അവൻ നിന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞോ? അതൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. സമയമാകുമ്പോൾ അച്ഛൻ റെഡിയായാൽ മതി. കൊണ്ടുപോകാൻ ആള് വരും. ഏട്ടാ, അത് ഒന്നും പറയണ്ട, പറയുന്നത് കേട്ടാ മതി. സച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ മോളെ? ഇല്ല. എന്തായാലും നീ പോയി റെഡിയാവ്. ചെല്. ഈശ്വര, സച്ചേട്ടൻ വരുമോ?